ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മൾ നിൽക്കുന്ന ഒരു മെയിൻ റോഡിൻ്റെ മുന്നിലാണ്. മെയിൻ റോഡിൽ നിന്നും ലിങ്ക് ചെയ്തിട്ടുള്ള റോഡുണ്ട്, അതാണ് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോകുന്നത്. ഈ മെയിൻ റോഡാവട്ടെ നമ്മളീ കാണുന്ന പോലെ വിഴിഞ്ഞം മുക്കോല വഴി നമ്മളീ കാണുന്ന നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. നമ്മൾ പലപ്പോഴായിട്ട് ഈ റോഡ് ഉൾപ്പെടെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ മെയിൻ റോഡിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്തായി തന്നെ കാണാൻ സാധിക്കും മെയിൻ ഗേറ്റ് ഉള്ളത്. പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റാണ് കാണാൻ സാധിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ കാണുന്ന റോഡ് നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ വർക്കുകളാണ് ഈ ഭാഗത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനഘട്ട വർക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനായി സാധിക്കും. കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഗ്രീനിഷ് എഫക്റ്റ് തരുന്ന നമ്മുടെ നാച്ചുറൽ ഗ്രാസ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ചെടികളും ധാരാളമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ നീളുന്ന 1700 മീറ്റർ ലിങ്ക് റോഡാണ് നമ്മളിപ്പോൾ കാണാനായി സാധിക്കുന്നത്. നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ഇരുവശവുമായിട്ട് ധാരാളം ഹെവി ട്രക്കുകൾ, എക്യുപ്മെൻറ്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ പോർട്ടിൻ്റെ രണ്ടാം ഘട്ട വർക്കുകൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പോർട്ടിൻ്റെ അപ്ഡേഷൻ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാനായി സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേഷനാണ്. അതിന് വേണ്ടിയുള്ള ഹെവി എക്യുപ്മെൻറ്റ്സ് വന്ന വെഹിക്കിളാണ് നമുക്ക് റോഡിൻ്റെ ഇരുവശവുമായിട്ട് പാർക്കിങ്ങിലായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ നിലവിലെ സ്റ്റാറ്റസ്. കാരണം ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡിൻ്റെ അപ്ഡേഷൻ, നിലവിൽ എന്തൊക്കെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെ ആയിട്ടുണ്ട്, ഇനി എത്ര ശതമാനം നമുക്കിനി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നിവ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അവസാനഘട്ട വർക്കുകൾ നമ്മൾ എടുത്തു പറയാൻ കാരണം ഇവിടെ വളരെ ഗ്രീനിഷ് എഫക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഗ്രാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ചെടികൾ ധാരാളമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല മനോഹരമാണ്. അതുമാത്രമല്ല, ഈ ഭാഗത്തെ 100% വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലൈനിങ് ഉൾപ്പെടെ, ഇൻ്റർലോക്ക് ഉൾപ്പെടെ, നമ്മുടെ ഈ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാർ ഉൾപ്പെടെ, ക്യാമറ ഉൾപ്പെടെ, സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജാണുള്ളത്. കാരണം 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിൽ 2 ബ്രിഡ്ജുകളാണുള്ളത്. അതിൽ ആദ്യ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ സെൻട്രൽ പോർഷനിലും മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചെടിച്ചട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളല്ല, മനോഹരയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു വർക്ക് വരെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. വളരെ കുറച്ചെന്ന് പറയുമ്പോൾ നമ്മളിനി പോയി നോക്കണം. എൻഡ് പോകുമ്പോഴേ നമുക്ക് അറിയാനായി സാധിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇനി എത്ര ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ പ്രാവശ്യവും ഈ വർക്കുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് തന്നെ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് അറിയാനായി സാധിക്കില്ല. കാരണം ഇത്രയും ഭാഗത്തെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. നമുക്ക് ആ വശത്ത് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഈ പറയുന്ന വളരെ ഹൈറ്റ് കൂട്ടിയെടുത്ത പ്ലേസ്. കാരണം ഈ പ്ലേസിലെല്ലാം നേരത്തെ കുളമായിരുന്ന പ്ലേസാണ്. ഞാനിവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ട്രിവാൻഡ്രം തമ്പാൻ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കണക്ഷൻ റോഡ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ആദ്യകാല വീഡിയോയിൽ ഈ ഭാഗമെല്ലാം ഉണ്ട്. കാരണം ഈ റോഡ് വർക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടിയാണ് നമ്മുടെ ലിങ്ക് റോഡ് വരാൻ പോകുന്നത് എന്നുള്ള വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇവിടെ കുളവും ചെളിയും കണ്ടം പോലത്തെ പ്ലേസാണ് നമ്മൾ ഈ കാണുന്ന മനോഹരമായ റോഡാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ കാണാൻ വളരെ ഭംഗിയാണ്. സൈനിങ് ബോർഡുകളെല്ലാം നിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സൈനിങ് ബോർഡ് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അതുമാത്രമല്ല, രണ്ടാമത്തെ ബ്രിഡ്ജ് വരെ എത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഹൈറ്റ് കൂട്ടിയ പാനലിൻ്റെ സഹായത്തോടെ, ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡിൻ്റെ സഹായത്തോടെയാണ് ലെയർ ബൈ ലെയറായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് ഇത്രത്തോളം ഹൈറ്റ് കൂടിയിട്ടുള്ളത്. ഇൻ്റർലോക്കാണ് ഇവിടെ മൊത്തം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും NHൽ നിന്ന് വരുമ്പോൾ ആദ്യ ബ്രിഡ്ജുമാണ് നമ്മൾ കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ബ്രിഡ്ജുകളാണ് നിലവിൽ ഈ 1700 മീറ്ററിൻ്റെ ഇടയിലായിട്ടുള്ളത്. ഏകദേശം 50 മുതൽ 60-70 മീറ്ററോളം വരും ഈ ബ്രിഡ്ജിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. ഇതിന് ശേഷമുള്ള ഭാഗം, ഈ ഭാഗം മുതലാണ് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പോൾ നമുക്കിവിടെ സെൻട്രൽ പോർഷനിൽ ഈ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. കേബിളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ പറയുന്ന ലൈറ്റിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്യണം. കാരണം പോസ്റ്റുകൾ നിർത്തണം. നമുക്കറിയാം, പോസ്റ്റുകൾ വളരെ വേഗത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഫൗണ്ടേഷൻ ആക്കിയിട്ട് ഒരു 4 ബോൾട്ട് മേൽ എനിക്ക് തോന്നുന്നു ഹെക്സാ ടൈപ്പുള്ള പോളാണെന്ന് തോന്നുന്നു. ആ പോളാണ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ വന്ന വഴി നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നുണ്ടോ.
ഇതാ ഈ വർക്ക്. അതുമാത്രമല്ല ഇവിടെ ഈ പറയുന്ന WST ക്രാഷ് ബാറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് ദൂരം എന്നല്ല, ഉള്ളത് ആ ഒരു പോയിന്റ് വരെ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 10-20 മീറ്റർ മാത്രമേ ഉള്ളൂ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം പൂർണ്ണമായിട്ട് ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരുപോലെ തന്നെ കംപ്ലീറ്റ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയി നോക്കാം. ഉണ്ടോ, ഈ ഭാഗമെല്ലാം വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട്. എന്നിട്ടും മെസ്സേജിലൂടെ വരുന്നുണ്ട് ഇത് ഇനി എപ്പോൾ തീരും. കാരണം എപ്പോൾ തീരുമെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഓരോ പ്രാവശ്യവും സൈറ്റിൽ പോയി തന്നെ ഈ നല്ലൊരു ചൂടിലും വെയിലത്തും അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലൂടെ എത്തിക്കുന്നത് നമ്മുടെ പോർട്ടിൻ്റെ ലിങ്ക് റോഡിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്തായി എന്നറിയാൻ വേണ്ടി തന്നെയാണ്. വേണമെങ്കിൽ എനിക്ക് ഈ പറയുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാലും പിന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായി സാധിക്കില്ല. അത് ചെയ്യാതെ ഓരോ വർക്കുകളും നമ്മൾ അടുത്ത് പോയി തന്നെ ഷൂട്ട് ചെയ്യുന്നത്, അത് കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എത്ര മാസം കൊണ്ട് ഇനി കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്ര ആഴ്ചകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ. നമുക്കിനി നേരെ അണ്ടർപാസിലേക്ക് പോകാം. കാരണം നമ്മൾ വന്ന വഴി, അതായത് പോർട്ടിൽ നിന്നൊരു വാഹനം കടന്നു വന്ന് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ അണ്ടർപാസിലൂടെ ആയിരിക്കും നിലവിലെ സ്റ്റാറ്റസ് നമുക്ക് കാണാനായി സാധിക്കും. കാരണം അണ്ടർപാസിൻ്റെ അവിടെ നിന്നും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന NH 2 ബൈ റോഡ്, നിലവിൽ ഈ പറയുന്ന NH-ൻ്റെ ഇരുവശവുമായിട്ട് ബൈ റോഡുണ്ട്. ആ ബൈ റോഡ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇതാ ഒരു ബൈ റോഡ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും. ബൈ റോഡിൽ നിന്ന് വാഹനങ്ങളും നേരെ മുന്നോട്ട് പോകുന്നു. നമുക്ക് പോകേണ്ടത് ഇതുവഴി തിരിഞ്ഞാണ് പോകേണ്ടത്. കാരണം തമിഴ്നാട് ഭാഗം അല്ലെങ്കിൽ കാരോട് ഭാഗം എന്ന് പറഞ്ഞാൽ ആ പ്ലേസിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും തിരിഞ്ഞും തീർച്ചയായിട്ടും പോകാനായി സാധിക്കുന്നുണ്ടോ, ഇവിടെ തിരിഞ്ഞ് മുന്നോട്ട് പോകാം. ഇവിടെയും കഴിഞ്ഞ ആഴ്ച മുതൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ആ വർക്കിൻ്റെ സ്റ്റാറ്റസ് ഈ ആഴ്ചയിൽ എന്തായിട്ട്, ഒരാഴ്ച കൊണ്ടുള്ള വ്യത്യാസമാണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കുന്നത്. അല്ല ദിവസവും പോയി നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഓരോ ആഴ്ചകൾ കൊണ്ടുള്ള വ്യത്യാസം, ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ഓരോ ആഴ്ചയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്നവർക്ക്, കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കണ്ടവർക്ക് ഇത് ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതാ മനസ്സിലാവുന്നത്, ഇതാണ് നമ്മുടെ ഈ തമിഴ്നാട് ഭാഗത്തേക്ക് ലോറികൾ, അതായത് നമ്മുടെ പോർട്ടിൽ വന്ന വാഹനങ്ങൾ, ട്രെയിലർ ലോറികൾ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് പോർഷനാണ്, NH-ഉമായിട്ട് ലിങ്ക് ചെയ്യുന്ന എൻട്രൻസ് പോർഷനാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഇനി ഈ പറയുന്ന വാട്ടർ പോകുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ NH 66 എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം WST ക്രാഷ് ബാറുകൾ നേരത്തെ തന്നെ NH അതോറിറ്റി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഈ അടുത്ത എൻട്രൻസ് പോയിന്റ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു എൻട്രൻസ് പോയിൻ്റാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, ഈ പോർഷനിലെല്ലാം ഈ പറയുന്ന അയൺ റോഡ്സിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ കോൺക്രീറ്റ് ആകും എന്ന ഗതിയിലാണ് വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ ഈ പറയുന്ന ലഞ്ച് ബ്രേക്ക് ആയത് കാരണം വർക്ക് സ്റ്റാഫുകൾ കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ലഞ്ച് ബ്രേക്കിനല്ല വന്നിട്ടുള്ളത്. ഏകദേശം എന്നാലും 12:30-1 മണി ആവുന്നതേ ഉള്ളൂ, 1 മണി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വർക്ക് സ്റ്റാഫിനെ കാണാനായി സാധിക്കും. ഇവിടെ നടക്കുന്ന വർക്കുകൾ ഇതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ എല്ലാം പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ഇവിടെ ഡിഫറൻസ് തീർച്ചയായും മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. കന്യാകുമാരിക്ക് 74 കിലോമീറ്ററും നാഗർകോവിൽ 33 കിലോമീറ്ററും കാരോടിന് 20 കിലോമീറ്റർ. ഈ കാരോട് ഭാഗം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്, അത് കേരള ബോർഡറാണ്. കാരോടിനപ്പുറത്ത് തമിഴ്നാടാണ്. നമ്മുടെ ഈ NH 66 ഈ പറയുന്ന കന്യാകുമാരിയിലേക്ക് പോകുന്നതിനുള്ള വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട്. കാരോട് മുതൽ കന്യാകുമാരി വരെ NH 66-ൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അത് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വർക്ക് ഏകദേശമായെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എൻട്രൻസ് പോർഷൻ നമുക്ക് തീർച്ചയായിട്ടും അയൺ റോഡ്സിൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഉണ്ട്, NH-ൻ്റെ പാരലായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബൈ റോഡ് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള റോഡ് തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം താൽക്കാലിക കണക്ഷൻ റോഡ് മാത്രമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. പെർമനൻറ്റ് റോഡ് ക്ലോവർ ലീഫ് ഉൾപ്പെടെ വരും എന്നാണ് അറിയാനായി സാധിക്കും. തീർച്ചയായിട്ടും ഈ ക്ലോവർ ലീഫിൻ്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അറിയുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ. പലരും ചോദിക്കുന്നൊരു ക്ലോവർ ലീഫ് എന്തായിരുന്നു, കാരണം എനിക്ക് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ മാത്രമേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വന്ന വഴി തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ റോഡിന് അത്യാവശ്യം ഒരു കണ്ടെയ്നർ ലോറി കടന്നു വരുന്നതിനുള്ള വീതി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. താൽക്കാലികമായതുകൊണ്ട് തീർച്ചയായിട്ടും വീതി ഉണ്ട്. വലിയൊരു ലോറിയാണ് ആ ഭാഗത്തുനിന്ന് കടന്നു വരുന്നുണ്ടോ. ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഈസി ആയിട്ട് കണ്ടെയ്നർ ലോറികൾക്ക് ഇതിലൂടെ പോകാനായി സാധിക്കും എന്നുറപ്പാണ്.
അപ്പോൾ നിലവിൽ ഈ റോഡിൻ്റെ വീതി ഇനി കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പോവും. ഇതാണ് നിലവിൽ ഈ റോഡിൻ്റെ അവസ്ഥ. ഈ ബൈ റോഡ് വളരെ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അവിടെ ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. നമുക്ക് ഇവിടെ നിന്നും അകത്തോട്ട് തിരിഞ്ഞ് ആ ഓട്ടോ പോകുന്ന ഈ പോർഷനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അണ്ടർപാസ്. അണ്ടർപാസിലും ലോറി തിരിയും. തൊട്ടടുത്തൊരു കടയുണ്ട്. ചിലപ്പോൾ കട ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടും മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് തിരിയും. ഇപ്പോൾ അണ്ടർപാസിൽ കണ്ടെയ്നർ ലോറി തിരിയുമോ എന്ന് ചോദിച്ചാൽ തിരിയും. പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു കണ്ടെയ്നർ ലോറി കൊണ്ട് തന്നെ ഒന്ന് തിരിച്ച് നോക്കണമെന്ന് തന്നെ പറയേണ്ടി വരും. തിരിയുമെന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല, തിരിയും, അത് ഉറപ്പാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന തൊട്ട് മുന്നേ നമ്മൾ പോർട്ടിൽ നിന്ന് ഒരു കണ്ടെയ്നർ ലോറി തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നെങ്കിൽ തമിഴ്നാട് ഭാഗത്തു നിന്നും ഒരു കണ്ടെയ്നർ ലോറി പോർട്ടിനകത്തോട്ട് ഏത് വഴി പ്രവേശനം എന്നാണ് അടുത്ത ചോദ്യം. ഇതുവഴിയാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവഴി വന്ന് ഇങ്ങനെ പോർട്ടിനകത്തോട്ട് കയറി പോകുന്നു. വളരെ ഈസി ആയിട്ട് നമ്മളെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഈ ഭാഗത്തെല്ലാം റോഡിൻ്റെ വീതി കുറച്ചുകൂടി കൂട്ടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം കുറച്ചുകൂടി വീതി കൂട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബൈ റോഡിൻ്റെ അത്രയും വീതി തന്നെ ഈ റോഡിന് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഇത് കൂട്ടുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന വാഹനങ്ങൾ കൂടെ, ആൾക്കാരുടെ വാഹനങ്ങൾ കൂടെ ഇതുവഴി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാരണം അതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പോർട്ടിൽ നിന്ന് വരുന്ന ഒരു ഈ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെ ഒരു ബൈ റോഡുണ്ട്. നമുക്ക് ആ റോഡ് കാണാം പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകാൻ വേണ്ടിയാണോ എന്നറിയില്ല. എന്നാൽ ഇവിടെ റോഡിൻ്റെ വീതി വ്യത്യാസം വരുത്തുന്നുണ്ട്, കൂട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ ഇവിടെ വരുമായിരിക്കാം. കാരണം നേരത്തെ ഉള്ള ഹൈറ്റുള്ള പ്ലേസാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഒലിച്ചു വരുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ ആയിരിക്കും ഇവിടെ വർക്കുകൾ നടക്കുന്നത്. കാരണം ഈ സൈഡിൽ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റോഡിൻ്റെ വീതി കൂട്ടുക തന്നെയാണ്. നേരത്തെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടി വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കാനായി സാധിക്കും. ഇവിടെ ഓൾറെഡി ഒരു എൻട്രൻസ് ഉണ്ട്. നമുക്ക് എൻട്രൻസ് കാണാം. ആ എൻട്രൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഒരു എൻട്രൻസ് നമുക്കുണ്ട്. ഇനി നമുക്ക് 2 എൻട്രൻസുകളാണ് വർക്ക് ചെയ്യേണ്ടത്. അതിലൊരു 2 എൻട്രൻസിൻ്റെയും പോർഷൻസ് ഫൈനൽ വർക്ക് തന്നെയാണ് നടക്കുന്നത്. വളരെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന നാഗർകോവിൽ അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ കാരോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ്. അത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് ഓൾറെഡി ഉണ്ട്. തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ പറയുന്ന നേരത്തെ കണ്ട എൻട്രൻസ്. നമുക്കിതിലൂടെ NH66 മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതിന്, പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഏതു വഴിയാണ് പോകേണ്ടത്. അത് പോകേണ്ട ഒരു സ്ഥലം നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കുറച്ച് മാസങ്ങളില്ലാതെ 1-2 മാസമായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആ പോർഷനിൽ നടക്കുന്ന വർക്കുകൾ. കാരണം അത് പൂർണ്ണമായിട്ടും പൊളിച്ചതിന് ശേഷം അവിടെ നേരത്തെ WC ക്രാഷ് ബാർഡൊക്കെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും NH ആയിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. അത് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി അതിൻ്റെ വീതി കൂട്ടി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഉണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമുക്ക് ഈ പറയുന്ന ജസ്റ്റ് കോൺക്രീറ്റ് പോർഷൻ വെച്ച് കഴിഞ്ഞാൽ ലോറികൾ കടന്നു പോകില്ല. അപ്പോൾ അതിനുവേണ്ടി പുതിയതായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നുണ്ടോ. കാരണം പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ജംഗ്ഷൻ പോയിന്റിൽ വന്നിട്ടാണ് പല ഡയറക്ഷനിലേക്കും തിരിച്ചു പോകുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന നാഗർകോവിലിൽ നിന്ന് വാഹനങ്ങൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പോർട്ടിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ ഈ കണ്ട ജംഗ്ഷൻ പോയിന്റിൽ വന്നാണ് ട്രാഫിക് സിഗ്നലിൻ്റെ ഭാഗമായിട്ട് തിരിഞ്ഞൊക്കെ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മാസങ്ങളായിട്ട് വർക്ക് നടക്കുന്ന എൻഡ് പോർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കിവിടെ നോക്കാം. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വന്നൊരു വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ആഴ്ചയും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഇതിൽ തോന്നുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഓരോ ആഴ്ചയിലും വന്ന വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഈ ഭാഗമെല്ലാം ഇവിടെ ക്ലീൻ ആക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. നമുക്ക് ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്താൻ പറ്റും. ഉണ്ടോ, ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിരിക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, ട്രിവാൻഡ്രം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. കാരണം ആ ബൗണ്ടറി ഹൈറ്റ് നമുക്കറിയാം എത്രത്തോളമാണ്. സ്ലോപ്പ് വെച്ചിട്ട്
ഇതിൻ്റെ കയറ്റം കുറച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ പറഞ്ഞ സ്ലാബിൻ്റെ വിഡ്ത്ത് ഈ തിക്നെസ് എല്ലാം നമുക്ക് മനസ്സിലാക്കും. ഈ സ്ലാബിൻ്റെ പുറത്ത് ഈ സാധനങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത് ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ കാണുന്ന സ്ലാബിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതും കണ്ടിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും കറക്റ്റ് സെറ്റിങ്സിന് വേണ്ടി നനച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ലാബ് കാണാൻ സാധിക്കാത്ത ഇവിടെ ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഈ സ്ലാബിൻ്റെ മുകളിൽ തടിയും ബാക്കിയുള്ള ഈ പറയുന്ന പോർഷനെല്ലാം ഇതിൻ്റെ മുകളിൽ പറക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ സ്ലാബ് കാണാനായി സാധിക്കാത്തത്. പക്ഷേ സ്ലാബിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. ഈ കണക്ട് ചെയ്യുന്ന റോഡ് വളരെ കുറച്ച് മീറ്റർ മാത്രമേ ഉള്ളൂ, ഒരു 30-40 മീറ്റർ മാത്രമേ ഉള്ളൂ. അതാ നമുക്ക് ആ റോഡ് കാണാം. ആ റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല സൈഡ് വാളിൻ്റെ വർക്കിൻ്റെ ഹൈറ്റും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇതെല്ലാം ഈ എൻട്രൻസ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇതെല്ലാം വർക്കുകൾ കംപ്ലീറ്റ് ആകും. ഈ സൈഡ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് നേരത്തെ അറിയാമെന്നുള്ള ഹൈറ്റ് കൂടിയ പ്ലേസാണ്. അപ്പോൾ ഈ ലോറികൾക്ക് ഈസി ആയിട്ട് കടന്നു പോയാലും മണ്ണിടിച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ സൈഡ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പോർട്ടിൽ നിന്നും NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.